Hello everyone, welcome back to Xylem Learning. അക്ഷയ് സാറാണ്. സോ മക്കളെ തമ്പനയിൽ കണ്ടതുപോലെ നമ്മുടെ ശരീരത്തിന് എന്തിന് മിനറൽസ് എന്തിനാണ്? നമ്മുടെ ബോഡിയിൽ എസെൻഷ്യലായിട്ട് നമുക്ക് ആവശ്യമുള്ള കുറച്ച് മിനറൽസ് ഉണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഈ മിനറൽസ് ലഭിക്കുമ്പോൾ ആക്ച്വലി എന്താണ് അവരുടെ റോള് നമ്മുടെ ബോഡിയിൽ എന്തിന്? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇനീഷ്യലി നമുക്ക് ആദ്യം നമ്മൾ പറയാറുണ്ടല്ലോ വിറ്റാമിനും മറ്റു ന്യൂട്രിയൻസും നമുക്കറിയാം. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നിർബന്ധമായും മിനറൽസും ഇമ്പോർട്ടൻ്റ് ആവണം. യെസ്, അതാണ് പറയുന്നത്. ലൈക്ക് വിറ്റാമിൻ പോലെ മിനറൽസ് ആർ ഓൾസോ എസെൻഷ്യൽ ഫോർ എന്തിന്? പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയിലെ ഫങ്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ, അതായത് നമ്മുടെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ഒരുപാടെണ്ണം ഉണ്ടല്ലേ. അപ്പോൾ ഈ എല്ലാ തരം ആക്ടിവിറ്റീസും കൃത്യമായി നടക്കണമെന്നുണ്ടെങ്കിൽ ആര് വേണം? മിനറൽസ് വേണമെന്നാണ് പറയുന്നത്. മിനറൽസ് ആർ റിക്വയർഡ് ഇൻ സ്മോൾ അമൗണ്ട്സ് ഇൻ അവർ ഡെയിലി ഡയറ്റ്. നമ്മൾ നിത്യം കഴിക്കുന്ന ഭക്ഷണത്തിൽ മിനറൽസ് ഉണ്ടാവണം. ചെറിയ തോതിലാണ്, എന്നാലും ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്, ഇല്ലാതിരിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് മിനറൽസ് വേണമെന്ന് പറയുന്നത്? മിനറൽസ് ഇല്ലെങ്കിൽ എന്താണ് കുഴപ്പം? മിനറൽസ് ഇല്ലെങ്കിൽ കുഴപ്പമുണ്ട്. മിനറൽ ഇല്ലാത്തത് കൊണ്ട് ഡെഫിഷ്യൻസി ഡിസീസസ് വരും. മിനറൽ ഇല്ല എന്നുണ്ടെങ്കിൽ, മിനറൽ ഇല്ലാത്തതിനാൽ ഒരു രോഗം നിങ്ങൾക്ക് പിടിപെടും. അതാണ് ഡെഫിഷ്യൻസി ഡിസീസസ്, അപര്യാപ്തത രോഗം എന്ന് നമുക്ക് പറയാം. പോഷകം ലഭിക്കുന്നില്ല എന്ന അവസ്ഥയിലുണ്ടാകുന്ന രോഗങ്ങൾ പിടിപെടാം. ആദ്യത്തെ മിനറൽ നമുക്ക് പരിശോധിക്കാം. എന്താണ്? കാൽസ്യമാണ് എന്ന് നമുക്ക് കാണാം. കാൽസ്യം പരസ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. സ്ട്രോങ് ബോൺസിനും ടീത്തിനുമൊക്കെ എന്താവശ്യമുണ്ട്? കാൽസ്യം ആവശ്യമാണ്. ഇപ്പോൾ കാൽസ്യത്തിൻ്റെ സോഴ്സസ് എവിടെ നിന്നൊക്കെ നമുക്ക് കാൽസ്യം ലഭിക്കാം? മിൽക്ക് കഴിക്കുന്നത് വഴി, ചീസ് അതൊരു മിൽക്ക് പ്രൊഡക്റ്റാണ്. ദെൻ എഗ്ഗ്, പൾസസ് പയർ വർഗ്ഗങ്ങളിലൂടെയൊക്കെ നമുക്ക് കാൽസ്യം ലഭിക്കുന്നുണ്ട്. എങ്കിൽ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡെഫിഷ്യൻസി ഓഫ് കാൽസ്യം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ടൂത്ത് ഡീക്കേ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ബോൺസ് ഒക്കെ വീക്ക് ആവാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അടുത്തതായിട്ട് പറയാനുള്ള മിനറൽ എന്ന് പറഞ്ഞാൽ അത് അയേൺ ആണ്. അപ്പോൾ നമുക്കറിയാം അയേൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിലെ ഹിമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഹിമോഗ്ലോബിൻ്റെ ഫോർമേഷനാണ് സഹായിക്കുക കേട്ടോ. ഫോർമേഷൻ ഓഫ് ഹിമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ്. ഹിമോഗ്ലോബിൻ എന്ന് പറയുന്ന ആൾ ഓക്സിജനുമായിട്ട് നല്ല അഫിനിറ്റി ഉള്ള ആളാണ്. അപ്പോൾ ഓക്സിജനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ആളാണ് ഹിമോഗ്ലോബിൻ. നമ്മുടെ സെല്ലുകൾക്കൊക്കെ ഓക്സിജൻ വേണമല്ലോ. അപ്പോൾ എല്ലാ സെല്ലുകളിലേക്കും ഓക്സിജനെ കൊണ്ടുപോകുന്നത് ഹിമോഗ്ലോബിനാണ് എന്ന് പറയുമ്പോൾ ഈ ഓക്സിജൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് അല്ലേ. ഓക്സിജൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം അങ്ങനെ വരുമ്പോൾ ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്, ഹിമോഗ്ലോബിൻ. അപ്പോൾ ആ ഹിമോഗ്ലോബിൻ, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഹിമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷന് കാരണം ആരാണ്? അയേൺ ആണ്. സോ അയേൺ എങ്ങനെയൊക്കെ കിട്ടും? കുറേ ഭക്ഷണങ്ങളുണ്ട് നമുക്ക് അയേൺ കിട്ടുന്ന ഭക്ഷണങ്ങളാണ് ഈ ഡേറ്റ്, അതായത് നമ്മുടെ ഈന്തപ്പഴം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നമ്മൾ ഡേറ്റ്സ് എന്ന് പറയും. പിന്നെ മീറ്റും ലീഫി വെജിറ്റബിളും പിന്നെ ഫ്രൂട്ട്സും ഹണിയിലൊക്കെ എന്തുണ്ട്? ഇത്തരത്തിൽ അയേണിൻ്റെ എമൗണ്ട് ഉണ്ട്. സോ ഡെഫിഷ്യൻസി ഓഫ് അയൺ കോസസ് അനീമിയ, വിളർച്ച എന്ന അവസ്ഥ ഉണ്ടാക്കുന്നു. സോ കൃത്യമായി അയൺ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ അയണിൻ്റെ കുറവുണ്ടാകുമ്പോൾ സ്കൂളുകളിലൊക്കെ, പ്രത്യേകിച്ച് ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ ഇത്തരത്തിൽ അയൺ ടാബ്ലറ്റ്സ് വിതരണം ചെയ്യാറുണ്ട്, അയണിൻ്റെ അളവ് കൂടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ദെൻ ഫോസ്ഫറസ് ഈസ് അനദർ മിനറൽ. ഫോസ്ഫറസ് നേരത്തെ കാൽസ്യം പറഞ്ഞതുപോലെ തന്നെ സ്ട്രോങ് ബോൺസിനും ടീത്തിനുമാണ് ഫോസ്ഫറസ് വേണ്ടത്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദ സിന്തസിസ് ഓഫ് എനർജി റിച്ച് കോമ്പൗണ്ട്സ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിലെ എനർജി റിച്ച് കോമ്പൗണ്ട്സിൻ്റെ ഫോർമേഷനും ഫോസ്ഫറസ് വേണം. പിന്നീട് അതിൻ്റെ ഐറ്റംസ്, ഏതൊക്കെ ഫുഡ് ഐറ്റംസ് കഴിച്ചാലാണ് നമുക്ക് ഇത്തരത്തിൽ ഫോസ്ഫറസ് നമ്മുടെ ബോഡിക്ക് ലഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിൽക്കും അതുപോലെ തന്നെ ഫിഷും മീറ്റും വീട്ടും എഗ്ഗും ഒക്കെ ഫോസ്ഫറസ് കണ്ടെയ്നിങ്
ഫുഡാണ്. സോ കൈൻഡ്ലി എൻഷുവർ ദാറ്റ് യുവർ ഡയറ്റ് കണ്ടെയ്ൻ എനി വൺ ഓഫ് ദീസ് ഫുഡ് ഐറ്റം. ആൻഡ് വാട്ട് ഈസ് ദ സിംറ്റം ഓർ ഡെഫിഷ്യൻസി ഓഫ് ഫോസ്ഫറസ്? ഫോസ്ഫറസ് നമ്മൾ കൃത്യമായി കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോസ്ഫറസ് കഴിക്കുന്നില്ല എന്നല്ല, ഫോസ്ഫറസ് അടങ്ങിയ ഭക്ഷണം നമ്മൾ കഴിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ പല്ലിൻ്റെയും എല്ലിൻ്റെയും ആരോഗ്യം തടസ്സപ്പെടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. സോ deficiency of phosphorus makes our bone and teeth weaker. So it is very important that you should include phosphorus containing food in your diet. Then sodium, മറ്റൊരു ഇമ്പോർട്ടൻറ്റ് മിനറലാണ് സോഡിയം. നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷനിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു മിനറൽ കൂടിയാണ് സോഡിയം. ആസ് യു ആർ അവെയർ ഓഫ് ദ ഫാക്ട് ദാറ്റ് നെർവസ് സിസ്റ്റം ഈസ് ഗോയിങ് ടു കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് യുവർ ബോഡി. നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്തതും നെർവസ് സിസ്റ്റമാണ്. ഈവൻ നമുക്ക് ചുറ്റിലുമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നു ഇല്ലേ? നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നില്ലേ? ഉദാഹരണത്തിൽ നിങ്ങളുടെ റൂമിൽ ഫാൻ ഇട്ട് ഇപ്പോൾ ഓണാണോ ഓഫാണോ നിങ്ങൾക്കറിയാം. നിങ്ങളുടെ റൂമിൽ ഇപ്പോൾ ലൈറ്റ് ഓണാണോ ഓഫാണോ നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ജനലിൻ്റെ ഉള്ളിലെ പുറത്തേക്ക് നോക്കുമ്പോൾ ബേർഡ് പറന്നു പോകുന്നുണ്ടോ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. മീൻസ് യു ആർ വെൽ അവെയർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് യു, ആൻഡ് ഓൾസോ യു ആർ അവെയർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് യു ഓൾസോ. നമുക്കിപ്പോൾ ദാഹിക്കുന്നു, വിശക്കുന്നു, ഐ എം അവെയർ ഓഫ് ദീസ് ആർ ഹാപ്പനിങ് ഇൻസൈഡ് യുവർ ബോഡി, റൈറ്റ്? സോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാം. സോ ആക്ച്വലി നെർവസ് സിസ്റ്റം ഈസ് ആക്ച്വലി ഹെൽപ്പിംഗ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ ദ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ എൻവിറോൺമെൻറ്റ്. സോ അത്തരത്തിലുള്ള നെർവസ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷനിങ്ങിന് സോഡിയം വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ആൻഡ് സോഡിയം ലഭിക്കണമെങ്കിൽ സിമ്പിൾ തിങ് ഈസ് ദാറ്റ് സോൾട്ട് നമ്മുടെ ഡയറ്റിൽ ഉണ്ടാവണം. ഒബ്വിയസ്ലി നമ്മളത് സോൾട്ട് ഇടാറുണ്ട്, സോ നമുക്കത് പ്രശ്നം വരുന്നില്ല. ആൻഡ് വാട്ട് ഈസ് എ ഡെഫിഷ്യൻസി സോഡിയം? ഇഫ് സോഡിയം നമുക്ക് കൃത്യമായി കിട്ടുന്നില്ലെങ്കിൽ ദ പ്രോബ്ലം ഈസ് യു വിൽ ബി ഗെറ്റിംഗ് മസ്കുലർ ക്രാമ്പ് ആൻഡ് ഡീഹൈഡ്രേഷൻ ഈസ് ദ പ്രോബ്ലം. വെള്ളം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. ദെൻ നെക്സ്റ്റ് ഈസ് അയഡിൻ. അയഡിൻ എന്ന് പറയുന്നത് നമുക്കറിയാം മറ്റൊരു മിനറലാണ്. തൈറോക്സിൻ്റെ പ്രൊഡക്ഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തൈറോക്സിൻ ഈസ് എ ഹോർമോൺ. ആക്ച്വലി നമ്മുടെ മെറ്റാബോളിസം ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് തൈറോക്സിൻ എന്ന് പറയുന്നത്. ആ തൈറോക്സിൻ്റെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് അയഡിൻ. സോ ആക്ച്വലി ഹൂ ഈസ് പ്രൊഡ്യൂസിങ് തൈറോക്സിൻ എന്ന് ചോദിച്ചാൽ തൈറോയിഡ് ഗ്ലാൻഡ് ഈസ് ദ ഗ്ലാൻഡ് പ്രൊഡ്യൂസിങ് തൈറോക്സിൻ. ദർ ഈസ് എ ഗ്ലാൻഡ് ഇൻ ദി നെക്ക് റീജിയൻ, ഓക്കെ, ആൻഡ് ദിസ് ഗ്ലാൻഡ് ഈസ് പ്രൊഡ്യൂസിങ് തൈറോക്സിൻ. ആൻഡ് തൈറോയിഡ് ഗ്ലാൻഡ് ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് തൈറോക്സിൻ, ഈ പറഞ്ഞിരിക്കുന്ന തൈറോയിഡ് ഗ്ലാൻഡിന്, ദിസ് ഈസ് ദ തൈറോയിഡ് ഗ്ലാൻഡ്, ഓക്കെ, ഈ തൈറോയിഡ് ഗ്ലാൻഡിന് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അയഡിൻ ഈസ് വെരി എസെൻഷ്യൽ. Okay, once again I am repeating, thyroid gland is producing thyroxine, and in order to produce thyroxine, thyroid gland require what? Iodine, and this iodine is obtained through our diet. ഡയറ്റിലൂടെയാണ് അയഡിൻ ലഭിക്കുക. അതായത് നമ്മൾ കോമൺ സാൾട്ടിൽ അയഡിൻ ഉണ്ട്. നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഉപ്പിൽ അതിൻ്റെ പാക്കറ്റ് ഒബ്സർവ് ചെയ്താൽ യു ക്യാൻ സി അയഡൈസ്ഡ് സോൾട്ട്, മീൻസ് അയഡിൻ എൻറിച്ച്ഡ് സോൾട്ട്. ദെൻ ജിഞ്ചർ ആൻഡ് സീ ഫുഡ്, ഫിഷസിലൊക്കെ അയഡിൻ ഉണ്ട്. So kindly ensure that in your diet iodine is present, because iodine is very important for the formation of the hormone called thyroxine. Thyroxine is produced by thyroid gland, and for the formation of thyroxine from the thyroid gland, iodine is very, very important. Then deficiency of iodine. What happen if you are not consuming iodine enriched food item? So if iodine is not there, means what happen? Think, if there is no iodine, thyroid gland cannot produce thyroxine, and thyroid gland will be putting an effort, or it will be reattempting. ഈ പറഞ്ഞ തൈറോയ്ഡ് ഗ്ലാൻഡ് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അയഡിൻ ഇല്ല. സോ തൈറോയ്ഡ് ഗ്ലാൻഡ് ഒന്ന് ശ്രമിക്കും. ആ ശ്രമത്തിൻ്റെ ഫലമായി തൈറോയ്ഡ് ഗ്ലാൻഡ് വിൽ എൻലാർജ് ചെയ്യും, ആൻഡ് ഇറ്റ് വിൽ ബി ലൈക്ക് പ്രൊട്രൂഡിങ്. നമ്മൾ നെക്കിലൊരു പ്രൊജക്ഷൻ പോലെ ഇങ്ങനെ ബൾജ് ചെയ്ത് കാണാം, ആൻഡ് ദിസ് ഈസ് കോൾഡ് ഗോയിറ്റർ. ആൻഡ് ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ കോസസ് ഗോയിറ്റർ കോസ് ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മിനറൽസിനെ കുറിച്ച്, നമ്മൾ എസെൻഷ്യലായിട്ട് കുറച്ച് മിനറൽസാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിയിട്ടുണ്ട്. സോ ഓൾവേസ് ട്രൈ ടു ഇൻക്ലൂഡ് മിനറൽസ് ഓൾസോ ഇൻ യുവർ ഫുഡ് ഐറ്റംസ്. അപ്പോൾ നിങ്ങൾ പ്രോട്ടീൻ ഉൾപ്പെടുത്തിയതുപോലെ കാർബോഹൈഡ്രേറ്റും വിറ്റാമിനും ഒക്കെ ഉൾപ്പെടുത്തുന്നത് പോലെ മിനറൽസും നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ വെള്ളവും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുമല്ലോ. മറ്റൊരവസരത്തിൽ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ്, സൈനിങ് ഓഫ്. ബൈ.